അപ്പോൾ ആംഗ്ലോ സാക്സൺസിൻ്റെ ഇതിൽ തന്നെ വരുന്ന അടുത്തൊരു കാര്യം പറയാം. 100 കോഡ്സ് ഷയർ ആൻഡ് വിറ്റാൻ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ്സ് ആൻഡ് ഷെയർ വേർ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻസ് ഡ്യൂറിങ് ആംഗ്ലോ സാക്സൺ പീരീഡ്. അപ്പോൾ 100ഉം ഷെയർ എന്ന് പറയുന്നത് ആംഗ്ലോ സാക്സൺ പീരീഡിൽ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷനായിരുന്നു, ഭരണങ്ങളുടെ ഡിവിഷനായിരുന്നു. In Anglo-Saxon society, an ordinary prosperous freeman generally owned an area of land of 60 to 100 acres of land. This land is called hide. അപ്പോൾ പണ്ട് ആംഗ്ലോ സാക്സന്റെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ, സാധാരണ ഒരാൾ തന്നെ 60 മുതൽ 100 ഏക്കർ വരെ സ്ഥലമുള്ള ആളായിരുന്നു. മനസ്സിലായല്ലോ? ഇങ്ങനെയുള്ള സ്ഥലത്തിനെയാണ് എന്ത് പറയുന്നത്? ഹൈഡ് എന്ന് പറയുന്നത്. Hide was sufficient to maintain owner's household and family in comfortable circumstances. അപ്പോൾ ഇതെന്ന് പറയുന്നത് അവരുടെ വീട് വെക്കാനും അതുപോലെ ഫാമിലിക്ക് വളരെ കംഫർട്ടായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തിരുന്നു. 100 ഹൈഡ്സ് ഫോംഡ് എ യൂണിറ്റ് ഈസ് നോൺ 100. അപ്പോൾ 100 ഹൈഡ്സ്. അപ്പോൾ ഈ ഹൈഡ്സ്, ഒരു ഹൈഡ് എന്ന് പറയുന്നത് 60 മുതൽ 100 ഏക്കർ വരെയാണ്. ഇങ്ങനെയുള്ള 100 യൂണിറ്റ് കൂടുന്നതിനെ 100 എന്ന് പറഞ്ഞിരുന്നു. Okay, this 100 unit had to supply sufficient number of trained soldiers to king when needed. അപ്പം ഇങ്ങനെയുള്ള എന്താണ്, ഒരു ഫാമിലിക്ക് 60 ഏക്കർ, അങ്ങനെ 100 ഫാമിലി 100. ഓക്കെ, 100 ഫാമിലീസ്. 100 ഫാമിലീസിൽ നിന്നും ആവശ്യത്തിനുള്ള സോൾജേഴ്സിനെ ട്രെയിൻ ചെയ്തിട്ട് കിങ്ങിന് കൊടുക്കണം. അതാണ് ഇവരുടെ റൂൾ. ദീസ് ഹൺഡ്രഡ്സ് വെയർ പ്രൊസീഡഡ് ഓവർ ദ ഹെഡ് മാൻ നോൺ ആസ് റീവ്. അപ്പൊ ഇതിന്റെ ഹെഡ് ഉണ്ടാവുമല്ലോ, ഈ 100ൽ നിന്നും വരുന്ന സോൾജേഴ്സിന്റെ ഹെഡ് എന്ന് അറിയപ്പെടുന്നത് റീവ് എന്നാണ്. റീവ് സെറ്റിൽഡ് ഇൻ ലോക്കൽ ഡിസ്പ്യൂട്ട്സ് ഇൻ ഹൺഡ്രഡ്സ് ആൻഡ് ഹാഡ് റൈറ്റ് ടു പണിഷ് ഫോർ ദ ഒഫൻസസ് എഗെയിൻസ്റ്റ് ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ അണ്ടറിലുള്ള ആൾക്കാരെ അടിക്കാനും കുത്താനും അതുപോലെ പണിഷ് ചെയ്യാനുള്ള അധികാരവും ഉണ്ടായിരുന്നു. ദിസ് 100 became 100 കോഡ്സ്. അപ്പോൾ ഈ 100 എന്നുള്ള ഈ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് 100 കോഡ്സ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. In later days, when the large shires or countries began to appear, there was shire reeve, a word become sheriff, and the administrative division above 100 and existed in the time of Alfred the Great, fully developed during reign of Edgar. It was administered by ealdorman and by sheriff, and sheriff presided over the shire court. അപ്പൊ ഇന്നുള്ള ഷെരീഫ് എന്നുള്ള വാക്കുണ്ടായത് പണ്ടത്തെ ഷിർ ആൻഡ് റീവ് എന്നുള്ള വാക്കുകൾ ചേർന്നിട്ടാണെന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ റീവ്സ് എന്തായി, അത് കൺട്രീസ് ആയിട്ട് മാറി. അതുപോലെ തന്നെ അവിടെ ആൽഫ്രഡ് ദ ഗ്രേറ്റ് ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. ഇനി ആംഗ്ലോ സാക്സന്റെ റിലീജിയൻ പറയാം. ദ ആംഗ്ലോ സാക്സൺസ് വെർ ദ പോളിയത്തിസ്റ്റ് പാഗൻസ് when they first came to Britain. The evidence about the religious practices come from their burial customs and the records in later Christian writings. Excavation of the earliest Anglo-Saxon cemeteries at Sutton Hoo and shows they favored cremation over inhumation burial. But their dead were sometimes buried with grave goods and suggest that they believed in a afterlife. Woden, Tuv, Thor, Freya, Saturn is the prima Anglo-Saxon deities. അതായത് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പോളിയത്തിസ്റ്റുകളായിരുന്നു. അതായത് ഒരുപാട് ദൈവങ്ങളെ വിശ്വസിക്കുന്ന ഗ്രൂപ്പിലുള്ള ആൾക്കാരായിരുന്നു അവർ ബ്രിട്ടനിലേക്ക് വരുമ്പോൾ. മാത്രമല്ല അവരുടെ റിലീജിയസ് പ്രാക്ടീസുകളെ കുറിച്ച് ആളുകൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ആൾക്കാർ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിലീജിയസ് പ്രാക്ടീസസ് റിലേറ്റഡ് ടു ബറിയൽ കസ്റ്റംസ്, ശവദാഹം അല്ലേ, മരണശേഷം മരണാനന്തര ചടങ്ങുകളിലൂടെയാണ് ഇവരുടെ ബറിയൽ കസ്റ്റംസ് മനസ്സിലാക്കിയിരുന്നത്. മാത്രമല്ല മുമ്പുണ്ടായിരുന്ന ക്രിസ്ത്യൻ റൈറ്റിങ്സിൽ നിന്നാണ് നമുക്ക് ഇത്തരത്തിലുള്ള റെക്കോർഡ്സ് കിട്ടുന്നത്. മാത്രമല്ല അവർ മനസ്സിലാക്കിയിരുന്നത് എന്താണ്, ഒരു ആഫ്റ്റർ ലൈഫ് എന്നുള്ള കാര്യത്തിൽ ഇവര് വിശ്വസിച്ചിരുന്നു. ഓക്കെ, ആംഗ്ലോ സാക്സൺസ് ആഫ്റ്റർ ലൈഫിൽ വിശ്വസിച്ചിരുന്നു. അതുപോലെ തോർ, ടിവ് എന്നൊക്കെ ഉള്ള ഒരുപാട് ഗോഡുകൾ ഇവർക്കുണ്ടായിരുന്നു, ഡെയ്റ്റീസ് ഉണ്ടായിരുന്നു. ടെമ്പിൾസ് were warden or Thor were built by the kings or rich landowners. അപ്പോൾ വാർഡൻ അതുപോലെ തോർ എന്നുള്ള
ആൾക്കാരുടെ ഒക്കെ എന്താ ആഫ്റ്റർ ഫ്യൂണറലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഗ്രേവ് ഒക്കെ എന്ത് ചെയ്യുന്നു, അവർക്കൊക്കെ ടെമ്പിൾസ് നിർമ്മിച്ചിരുന്നു. മരിച്ച ആൾക്കാർക്കായി ടെമ്പിൾസ് നിർമ്മിച്ചിരുന്നു. ഇതുണ്ടാക്കിയിരുന്നത് കിങ് അല്ലെങ്കിൽ റിച്ച് ലാൻഡ് ഓണേഴ്സ് ആയിരുന്നു. വളരെ പൈസക്കാരായിട്ടുള്ള ജന്മികളായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്സൺ, ഹോസ് ആൻഡ് പിഗ്സ് വെയർ സാക്രിഫൈസ്ഡ് ആൻഡ് പീപ്പിൾ സ്പ്രിങ്കിൾഡ് ദംസെൽസ് വിത്ത് ദെയർ ബ്ലഡ്. After Georgian mission in 597, the Anglo-Saxons were converted into Christianity. It was a major turning point in their life. Anglo-Saxons were converted from their pagan beliefs to Christianity. They changed their way of life and become less warlike and more civilized. അപ്പോൾ റോമക്കാര് സെൽറ്റിക് കമ്മ്യൂണിറ്റീനെ ക്രിസ്ത്യാനിറ്റി കൊണ്ട് ചേഞ്ച് ചെയ്ത പോലെ ഇവിടെ ആംഗ്ലോ സാക്സൺസിനെയും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജോർജിയൻ മിഷൻ തന്നെ, ഗ്രിഗോറിയൻ മിഷൻ തന്നെ, സോറി. അപ്പോൾ ഇവിടെ പറയുന്നത് ഹോസ്, അതായത് കുതിര, പന്നി, അതുപോലെ കാള തുടങ്ങിയ വസ്തുക്കളെയൊക്കെ എന്ത് ചെയ്തിരുന്നു, സാക്രിഫൈസ് ചെയ്തിരുന്നു, മീൻസ് ബലി കൊടുത്തിരുന്നു അന്നത്തെ കാലത്ത്. മാത്രമല്ല ആളുകൾ തന്നെ സ്വന്തം ബ്ലഡൊക്കെ ഡെയ്റ്റീസിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഒഴുക്കിയിരുന്നു. മാത്രമല്ല ക്രിസ്ത്യാനിറ്റി ആണ് ആളുകളിൽ ഒരു മാറ്റം ഇവിടെ ഉണ്ടാക്കിയത്. ക്രിസ്ത്യാനിറ്റി എന്ത് ചെയ്തു, ആളുകളിലെ ഈ ഇത്തരത്തിലുള്ള ബിലീഫ്സിനെയൊക്കെ മാറ്റി അവരെ കൂടുതലായിട്ട് സിവിലൈസ് ചെയ്യും. മാത്രമല്ല എപ്പോഴും യുദ്ധം എന്നുള്ള അവരുടെ മനസ്സിനെ മാറ്റി നല്ലൊരു സിവിലൈസേഷൻ ആൻഡ് എ ബെറ്റർ വേ ഓഫ് ലൈഫ് അവർക്ക് ഉണ്ടാക്കി. മനസ്സിലായല്ലോ? ഇത് സെൽട്ട് കമ്മ്യൂണിറ്റിയെ പോലെ തന്നെയാണ് ഇവരതും. അടുത്തത് ആംഗ്ലോ സാക്സൺ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. ഓക്കെ, ആംഗ്ലോ സാക്സൺ ലാംഗ്വേജ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടായത് ആംഗ്ലോ സാക്സൺ ലാംഗ്വേജിൽ നിന്നാണ്. ഒരു ആൻഷ്യൻ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ആംഗ്ലോ സാക്സൺ സ്പോക്ക് ദ ലാംഗ്വേജ് വി നൗ കോൾഡ് ആസ് ഓൾഡ് ഇംഗ്ലീഷ്. ഇറ്റ് ഈസ് ദ ആൻസസ്റ്റർ ഓഫ് മോഡേൺ ഡേ ഇംഗ്ലീഷ്. അപ്പൊ ആംഗ്ലോ സാക്സൺസ് സംസാരിച്ചിരുന്ന ഭാഷയാണ് നമ്മളിന്ന് ഓൾഡ് ഇംഗ്ലീഷ് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. അതായത് മോഡേൺ ഡേ ഇംഗ്ലീഷിന്റെ മുമ്പുണ്ടായിരുന്ന പൂർവികരായിട്ട് നമുക്ക് വേണമെങ്കിൽ അവരെ കാണാം. ഓൾഡ് ഇംഗ്ലീഷ് വാസ് സ്പോക്കൺ ആൻഡ് റിട്ടൺ ഇൻ ആംഗ്ലോ സാക്സൺ ബ്രിട്ടൻ ഫ്രം CE 452 until 1150 CE. Surviving Anglo-Saxon manuscript shows that there were different dialects spoken in different parts of the country, such as West Saxon, Northumbrian and Mercian. അപ്പോൾ ഇന്നുള്ള പോലെ തന്നെ ഭാഷയ്ക്ക് പലതരത്തിലുള്ള വകഭേദങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് സംസാരിക്കുന്ന പോലെ അല്ല തൃശ്ശൂർ സംസാരിക്കുക, വളരെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഈ ആംഗ്ലോ സാക്സൺ ലാംഗ്വേജിനും അതിൻ്റെതായ വേരിയേഷൻസ് ഉണ്ടായിരുന്നു, ഡയലക്ട്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിപ്പോൾ നോക്കുകയാണെങ്കിൽ വെസ്റ്റ് സാക്സണിലെ പോലെ ആയിരുന്നില്ല നോർത്തുംബ്രിയനിൽ സംസാരിച്ചിരുന്നത്, അതുപോലെയല്ല മേഴ്സിയനിൽ സംസാരിച്ചിരുന്നത്. ദ ഓൾഡസ്റ്റ് ഇംഗ്ലീഷ് പോയം സെയ്ഡ്മെൻസ് ഹൈം ഇസ് റിട്ടൺ ഇൻ ദ നോർത്തുംബ്രിയൻ ഡയലക്ട് ഓഫ് ഓൾഡ് ഇംഗ്ലീഷ്. അപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നത് പണ്ടുണ്ടായിരുന്ന റൈറ്റിങ്സിലൂടെയാണ്. മാത്രമല്ല അതിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഓൾഡ് ഇംഗ്ലീഷ് പോയമാണ് കെർമെൻ ഹൈം ആൻഡ് വാസ് റിട്ടൺ ഇൻ നോർത്തുംബ്രിയൻ ഡയലക്ട്. അപ്പം നോർത്തുംബ്രിയൻ ഡയലക്റ്റിലാണ് ആ പോയം എഴുതിയിട്ടുള്ളത്. ഡ്യൂറിങ് ദ ടൈം ഓഫ് ആൽഫ്രഡ് ദ ഗ്രേറ്റ് ദർ വാസ് a conspicuous development on the field of Anglo-Saxon language and literature. അപ്പോൾ നമ്മൾ ആൽഫ്രഡിന്റെ കാര്യം പറഞ്ഞാണ്. അദ്ദേഹം വന്നതിന് ശേഷമാണ് എന്ത് ചെയ്തത്, ഭാഷക്ക് അതിൻ്റെതായ മാറ്റവും ലിറ്ററേച്ചറൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയത്. അത് നമുക്ക് ഇവിടെയും കാണാം. The evidence of central language is the first seen during the period of King Ethelred around 1000 CE. During his reign, there was no explosion of writing in Latin and Old English. അപ്പോൾ ആൽഫ്രഡ് കഴിഞ്ഞ് അതിന് ശേഷം വന്ന ആരാണ്, എത്തൽറെഡ് ആണ് 1000 CE. അപ്പൊ അന്നത്തെ കാലത്ത് നമുക്ക് ഒരു പ്രത്യേകിച്ച് ഈ ഭാഷയെക്കുറിച്ചുള്ള തെളിവുകളൊന്നും കിട്ടിയിരുന്നില്ല. മാത്രമല്ല അതുപോലെ തന്നെ ലാറ്റിൻ ഓൾഡ് ഇംഗ്ലീഷ് റൈറ്റിങ്ങിനൊന്നും വലിയ ഇതുണ്ടായിരുന്നില്ല. This include the first English law code prepared in Old English and the collection of contemporary and classic poetry such as Beowulf and the heroic poem. Beowulf, the highest achievement of Old English literature and the earliest European vernacular epic. അപ്പോൾ ഇംഗ്ലീഷ്, ഓൾഡ് ഇംഗ്ലീഷ് ആണ്. അങ്ങനെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു റൈറ്റിംഗ് എന്ന് പറയുന്നത് ബിയോൾഫ് ആണ്. ആദ്യത്തെ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബിയോൾഫ് എന്നുള്ള ഒരു ഹീറോയിക് പോയമാണ്. ഇത് ഓൾഡ് ഇംഗ്ലീഷിന്റെ ഹയസ്റ്റ് അച്ചീവ്മെന്റ് ആയിട്ട് കരുതപ്പെടുന്നു. മാത്രമല്ല വെർനാക്കുലർ ലാംഗ്വേജ് ആണ്
ഒരു യൂറോപ്യൻ വെർണാക്കുലർ എപ്പിക് ആയിട്ടാണ് കരുതുന്നത്. അപ്പം അന്ന് ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്തിരുന്നത് ലാറ്റിൻ അതുപോലെ റോമൻ ലാംഗ്വേജസ് ആയിരുന്നു. അപ്പം അതിലൊരു മാറ്റം, ഒരു വെർണാക്കുലർ ലാംഗ്വേജ് ആയിട്ട് ഓൾഡ് ഇംഗ്ലീഷ് വരുന്നത് ഈ ഒരു പീരീഡിലാണ്. അതുകൊണ്ട് തന്നെ അതിൽ എഴുതിയ ബിയോൾഫ് എന്നുള്ള കൃതി വളരെ ഫേമസ് ആയിരുന്നു, ഇപ്പോഴും വളരെ ഫേമസ് ആണ്. The poem deals with the event of 6th century, and the most scholar argued that the Beowulf was composed between 700 and 750. It was named after the Scandinavian hero Beowulf, whose exploits the character provide connecting theme. A prominent writer in the period was Venerable Bede. Bede was an Anglo-Saxon monk and scholar. അപ്പോൾ ഈ ബിയോൾഫ് എഴുതിയിരിക്കുന്നത് 6ാമത്തെ സെഞ്ചുറിയിലാണെന്നാണ് കരുതപ്പെടുന്നത്. 6ാമത്തെ സെഞ്ചുറിയിലെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് 700 and 750 പറയപ്പെടുന്നു. മാത്രമല്ല ഈ പേര് വന്നത് വെർണബിൾ ബേഡയ്ക്ക് ശേഷമാണെന്നും പറയുന്നുണ്ട്. അതുപോലെ ആംഗ്ലോ സാക്സൺ മോങ്ക് ആയിരുന്നു, അതേപോലെ സ്കോളർ ആയിരുന്നു അദ്ദേഹം. ഓക്കെ, ഹി റോട്ട് ആൻ എക്സലന്റ് ബുക്ക് കോൾഡ് എക്ലസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് പീപ്പിൾ. അപ്പോൾ ബേഡേന്റെ ബുക്കിന്റെ പേരാണ്, നമ്മൾ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്ലസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് പീപ്പിൾ. ഓക്കെ, ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 731 CE ആൻഡ് കമ്മീഷൻഡ് ബൈ നോർത്തുംബ്രിയൻ കിങ്. ഇത് എഴുതിയിട്ടുള്ളത് 731 CE മാത്രമല്ല ഇത് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്, അതായത് ഇന്ന് കോപ്പിറൈറ്റ് അങ്ങനെയുള്ള പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത് സമ്മതിച്ച് കമ്മീഷൻ ചെയ്തിരിക്കുന്നത് നോർത്തുംബ്രിയൻ കിങ് ആയിരുന്നു. ദ ബുക്ക് വാസ് റിട്ടൺ ഇൻ ലാറ്റിൻ. ആ ബുക്ക് എഴുതിയിരുന്നത് ലാറ്റിൻ ലാംഗ്വേജിലായിരുന്നു. ഇറ്റ് ഈസ് എസെൻഷ്യലി എ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് ഇറ്റ്സ് ചർച്ച്. അപ്പോൾ ഇംഗ്ലീഷ് ഹിസ്റ്ററിയും ഇംഗ്ലണ്ടിന്റെ ഹിസ്റ്ററിയും അതുപോലെ അതിന്റെ ചർച്ചിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബുക്കിൽ നിന്നാണ് മനസ്സിലാവുന്നത്. ഓക്കെ, അടുത്തത് അഡ്വെന്റ് ഓഫ് ഡെയിൻസ്. ഡാനിഷ് കമ്മ്യൂണിറ്റി അവരുടെ അഡ്വെന്റ് ആണ് പറയാനുള്ളത്. ഡെയിൻസിനെ പണ്ട് വിളിച്ചിരുന്നത് വിക്കിങ്സ് എന്നായിരുന്നു. സോ വിക്കിങ്സ് ഹോംലാൻഡ് വാസ് സ്കാൻഡിനേവിയ. ഓക്കെ, സ്കാൻഡിനേവിയൻ കൺട്രിയാണ് ഡെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മോഡേൺ നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്. ഇന്ന് ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ ഒക്കെ ഈ സ്കാൻഡിനേവിയൻ കൺട്രീസിന്റെ വിക്കിങ്സിന്റെ പ്രധാന സ്ഥലങ്ങളായിരുന്നു. They were great warriors, skilled craftsmen, adventurous explorers and wide-ranging traders. അപ്പൊ ഈ വിക്കിങ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ നല്ല വാരിയേഴ്സ് ആയിരുന്നു, പോരാളികളായിരുന്നു, സ്കിൽഡ് ക്രാഫ്റ്റ്മാൻ ആയിരുന്നു, നല്ല കഴിവുള്ള കരകൗശല ഇതൊക്കെ ചെയ്യുന്ന വിരുദ്ധുള്ള ആൾക്കാരായിരുന്നു. മാത്രമല്ല അഡ്വഞ്ചറസ് എക്സ്പ്ലോറേഴ്സ് ആണ്, പുതുതായിട്ട് കണ്ടുപിടിക്കാനുള്ള വളരെയധികം ത്വരയുള്ള ആൾക്കാരായിരുന്നു, വളരെ അഡ്വഞ്ചറസ് ആയിരുന്നു. മാത്രമല്ല നല്ല ട്രേഡേഴ്സും കൂടി ആയിരുന്നു. ഫ്രം സ്കാൻഡിനേവിയൻ ദേ ട്രാവൽഡ് ഗ്രേറ്റ് ഡിസ്റ്റൻസ് മെയിൻലി ബൈ ദി സീ ആൻഡ് റിവർ. അവരെ കൂടുതലായിട്ടും വളരെ ദൂരങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരായിരുന്നു, കടൽ വഴിയും പുഴ വഴിയും ഒക്കെ ഒരുപാട് ദൂരങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരായിരുന്നു. വിക്കിങ്സ് വെയർ ഫാസ്റ്റ് മൂവിങ് സെയിലേഴ്സ് ആൻഡ് ഹൂ യൂസ് വാട്ടർ ദെയർ ഹൈവേസ്. അപ്പൊ ഈ വിക്കിങ്സ് എന്നുള്ള കമ്മ്യൂണിറ്റി കൂടുതലായിട്ടും ആശ്രയിച്ചിരുന്നത് ജലമാർഗമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വളരെ വേഗത്തിൽ ജലമാർഗം വഴി പോവാൻ അവർക്ക് സാധിച്ചിരുന്നു. Anglo-Saxon writers called them Danes. They were also known as Northmen, Sea Rovers, Sea Wolves and Heathen. അപ്പോൾ ആംഗ്ലോ സാക്സൺസ് ആണ് ഇവരെ ഡെയിൻസ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. മാത്രമല്ല ഇവർക്ക് വേറെ പേരാണ് നോർത്ത്മെൻ, സീ റോവേഴ്സ് ആൻഡ് സീ വോൾഫ്സ്. ഓക്കെ, ആൻഡ് ഹേത്തൻ. The Viking age in England lasted from approximately 800 to 1150 CE. അപ്പോൾ വിക്കിങ്സ്, ഈ ഡെയിൻസിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടില് 860 മുതൽ 1150 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു. They invaded, they stayed and prospered Britain. അപ്പോൾ ഇംഗ്ലണ്ടിനെ കീഴടക്കി, അതുപോലെ തന്നെ എന്ത് ചെയ്തു, അവിടെ നിന്നു, അവിടെ കുറെ കാലം അവർ സെറ്റിൽ ചെയ്തിരുന്നു. According to Anglo-Saxon Chronicle, the first Viking attack in Britain carried in the year 793 CE. അപ്പൊ 793 ആദ്യമായിട്ട് ഈ ഡെയിൻസിന്റെ അറ്റാക്ക്, വിക്കിങ്സിന്റെ അറ്റാക്ക് ബ്രിട്ടനിൽ ഉണ്ടാവുന്നതെന്നാണ് നമുക്ക് ആംഗ്ലോ സാക്സൺ റൈറ്റിംഗ്സിൽ നിന്നും മനസ്സിലാവുന്നത്. The ruthless pirates continued to make regular attacks around the coast of England. They captured the people as slaves, attacked and plundered monasteries,
But the during of reign of Alfred the Great, Vikings had a great setback. He defeated the Vikings at the Battle of Edington in 878. After the battle, Viking chief Guruthram converted to Christianity. അപ്പോൾ ഇവരെന്ത് ചെയ്തു? വിക്കിങ്സ്, അതായത് ഡാനിഷ് പീപ്പിൾ, ഡെയിൻസ് എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിലേക്ക് വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. പല പ്രാവശ്യമായിട്ട് ചെറിയ ചെറിയ അറ്റാക്കുകളായിട്ട് നടത്തി, ബ്രിട്ടന്റെ കരഭാഗത്തൊക്കെ നടത്തി. അതിന്റെ ഭാഗമായി എന്ത് ചെയ്തു? അവർ കുറെ ആൾക്കാരെ പിടിച്ച് അവരുടെ സ്ലേവ്സ് ആക്കി മാറ്റി, അടിമകളാക്കി. ഒപ്പം തന്നെ അവരെ ചൂഷണം ചെയ്യാനും അവരെ അറ്റാക്ക് ചെയ്യാനൊക്കെ തുടങ്ങി. പക്ഷെ ആൽഫ്രഡ് ദ ഗ്രേറ്റിന്റെ കാലഘട്ടത്തിലായിരുന്നപ്പോൾ വിക്കിങ്സിന് നല്ല ചുട്ട മറുപടി തന്നെ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. എന്ത് ചെയ്തു? ആൽഫ്രഡ് ദ ഗ്രേറ്റ് നല്ല രീതിയിൽ തിരിച്ചും അവരെ ഫയർ ചെയ്തു. ആ യുദ്ധമാണ് എന്ത് പറയുന്നത്? എഡിങ്ടൺ, ബാറ്റിൽ ഓഫ് എഡിങ്ടൺ എന്ന് പറയുന്നത്. അതായത് ആൽഫ്രഡ് ദ ഗ്രേറ്റ് വിക്കിങ്സിനെ തോൽപ്പിക്കുന്നു. ആൽഫ്രഡ് ദ ഗ്രേറ്റ് ഡിഫീറ്റഡ് ദ വിക്കിങ്സ് ആറ്റ് ബാറ്റിൽ ഓഫ് എഡിങ്ടൺ. എഡിങ്ടണിൽ വെച്ചിട്ട് അവരെ തോൽപ്പിച്ചു 878. അപ്പൊ ഇതിനാണ് ബാറ്റിൽ ഓഫ് എഡിങ്ടൺ എന്ന് പറയുന്നത്. അങ്ങനെ വിക്കിങ്ങിന്റെ ചീഫ് എന്ത് ചെയ്തു? അപ്പൊ ഈ വിക്കിങ്സിന് ഒരു തലവൻ ഉണ്ടാവുമല്ലോ, അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ പേരാണ് ഗുരുത്രം. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറി, ക്രിസ്ത്യൻ മതം സ്വീകരിച്ചു. അങ്ങനെ 886 ആൽഫ്രഡ് ടുക്ക് ലണ്ടൻ ഫ്രം ദ വിക്കിങ്സ് ആൻഡ് ഫോർട്ടിഫൈഡ് ഇറ്റ്. അങ്ങനെ ലണ്ടൻ നഗരം 886 ആൽഫ്രഡ് തിരിച്ചു പിടിക്കുകയും അവിടെ കോട്ട നിർമ്മിക്കുകയൊക്കെ ചെയ്തു. At the same year 886, he signed the treaty with Guthrum. The treaty partitioned England between Vikings and Alfred. The Viking territory came to be called Danelaw. England had 4 Viking kings between 1013 to 1042. The greatest was the Canute. He became the king of England in year of 1016. He didn't force English people to obey Danish law. Instead of, he recognized Anglo-Saxon law and custom. അങ്ങനെ അതേ വർഷം തന്നെ എന്ത് ചെയ്തു? ആൽഫ്രഡ് ദ ഗ്രേറ്റും ഗുരുത്രം ഒരു ട്രീറ്റി സൈൻ ചെയ്തു. ട്രീറ്റി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിനെ 2 പാർട്ടാക്കാനായിരുന്നു. ഒന്ന് വിക്കിങ്സിന്റെ പാർട്ടും ഒന്ന് കിങ് ആൽഫ്രഡിന്റെ പാർട്ടും. അങ്ങനെ വിക്കിങ്ങിന്റെ പാർട്ടിനെ അവിടെ ഡെയിൻ ലോ എന്നാണ് വിളിച്ചിരുന്നത്. അതുപോലെ ആൽഫ്രഡിന്റെ സൈഡ് പഴയ പോലെ തന്നെ തുടർന്നു. അങ്ങനെ 4 രാജാക്കന്മാര് 1013 1042 ഇടയിലായിട്ട് ഇംഗ്ലണ്ടിലുണ്ടായി, വിക്കിംഗ് കിങ്സ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് കാനൂട്ട്. കാനൂട്ടിനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം 1016 അവിടെ രാജാവായി വരുന്നത്. മാത്രമല്ല അദ്ദേഹം എന്ത് ചെയ്തില്ല? ഇംഗ്ലീഷ് പീപ്പിളിനെ ഒരിക്കലും ഫോഴ്സ് ചെയ്തിരുന്നില്ല അവരുടെ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടി. മാത്രമല്ല അദ്ദേഹം ആംഗ്ലോ സാക്സൺ ലോയും കസ്റ്റംസിനും വളരെയധികം വാല്യൂ കൊടുത്തിരുന്നു. അടുത്തത് ഇനി ഇമ്പാക്റ്റ് നോക്കാം, ഡാനിഷ് ഇൻവേഷന്റെ ഇമ്പാക്റ്റ്. അപ്പൊ ആദ്യം നമ്മൾ റോമൻ ഇൻവേഷൻ പഠിച്ചു, അതുപോലെ ആംഗ്ലോ സാക്സൺ ഇൻവേഷൻ പഠിച്ചു. ഇപ്പൊ ഡാനിഷ് ഇൻവേഷൻ ആണ്. അതിന്റെ പ്രത്യേകതകൾ നോക്കാം. അതായത് ഇമ്പാക്റ്റ്, അവർ വന്നതിന് ശേഷം എന്ത് മാറ്റമാണ് ഇംഗ്ലണ്ടിൽ ഉണ്ടായെന്ന് നോക്കാം. ഇമ്പാക്റ്റ് ഓഫ് ഡാനിഷ് ഇൻവേഷൻ, ലൈഫ് ഇൻ ദ ഡെയിൻലോ. During the Viking period, the territory of England was divided into Scandinavia, Dane, and Anglo-Saxon sphere of influence. The territory under influence of Danes came to be called Danelaw. The Danelaw, the greatest influence of Viking on the Old English was left. Okay. Felt. The many Scandinavian place names are exist in the north of England. Danes brought their own distinct laws, place names, customs, measurements, skill crafts and farming techniques to the Danelaw. ഇത്ര വരെ പറയാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇംഗ്ലണ്ടിനെ 2 ഭാഗമാക്കി അല്ലേ, ഒന്ന് ഡെയിൻസിന്റെ ഭാഗവും ഒന്ന് ആംഗ്ലോ സാക്സന്റെ ഭാഗവും. അപ്പൊ ഇത് എന്ത് ഉണ്ടായെന്ന് വെച്ചാൽ ഈ ഒരു ടെറിട്ടറിനെയാണ് ഇങ്ങനെ 2ആയി തരംതിരിക്കുന്ന ആ ടെറിട്ടറിനെയാണ് ഡെയിൻലോ എന്ന് വിളിച്ചിരുന്നത്. മാത്രമല്ല ഡെയിൻലോ had the greatest influence on Vikings on Old English was felt. മാത്രമല്ല സ്കാൻഡിനേവിയൻ പ്ലേസിന് ഇപ്പോഴും എന്താണ് നോർത്ത് ഇംഗ്ലണ്ടിലൊക്കെ ആ പേരുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. പണ്ട് അവർ വിളിച്ചിരുന്ന നെയിംസ് തന്നെയാണുള്ളത്. മാത്രമല്ല ഡെയിൻസ് എന്ത് ചെയ്തു? അവരുടേതായ നിയമങ്ങളും സ്ഥലപ്പേരുകളും അവരുടേതായ കസ്റ്റംസും മെഷർമെന്റ്സും സ്കില്ലുകളും ക്രാഫ്റ്റ് വർക്കും അതുപോലെ തന്നെ ഫാമിംഗ് ടെക്നിക്സും ഒക്കെ ഡെയിൻസിന് പ്രത്യേക തരത്തിലുള്ളത് ഉണ്ടായിരുന്നു കമ്പയർ ടു ആംഗ്ലോ സാക്സൺ. മാത്രമല്ല വിക്കിങ്സ് ഡെയിൻ വാസ് സെറ്റിൽ ഡൗൺ ആസ് ദ ഫാമേഴ്സ് ലിവ്ഡ് പീസ്ഫുള്ളി ടുഗെദർ വിത്ത്
ആംഗ്ലോ സാക്സൺ. അപ്പോൾ ഡെയിൻലോ എന്ത് ചെയ്തു, ഫാമേഴ്സിനെയും അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നൊന്നും ആയിരുന്നില്ല. മാത്രമല്ല അവർ ആംഗ്ലോ സാക്സൺസിൻ്റെ കൂടെ വളരെ സമാധാനപരമായിട്ട് കൊണ്ടുപോയി. മാത്രമല്ല ദർ ഇന്റർ മാരേജ് ബിറ്റ്വീൻ വിക്കിങ്സ് ആൻഡ് ആംഗ്ലോ സാക്സൺ. അപ്പോൾ ഈ വിക്കിങ്സ് ഡാനിഷ് ആൾക്കാരും അതുപോലെ തന്നെ ആംഗ്ലോ സാക്സൺ ആൾക്കാരും പരസ്പരം വിവാഹം ഒക്കെ ചെയ്തിരുന്നു. ഓക്കെ, ഇന്റർ മാരേജസ് ഉണ്ടായിരുന്നു. മെനി വിക്കിംഗ് ഇൻഫ്ലുവൻസ്ഡ് ആർ സ്റ്റിൽ അറൌണ്ട് ടുഡേ ലൈഫ് ഓഫ് ബ്രിട്ടീഷ് പീപ്പിൾ. ബ്രിട്ടീഷ് സർനെയിം ലൈക്സ് ആഡംസൺസ്, ഹോൾട്ട്, തോൺ ആർ സ്കാൻഡിനേവിയൻ ഒറിജിൻ. അപ്പോൾ ഈ ഇൻഫ്ലുവൻസ് നമുക്ക് ഇന്നും കാണാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സർനെയിംസ്, പേരിന്റെ അവസാന ഭാഗത്ത് ആഡംസൺ, തോൺ, അതുപോലെ ഹോൾട്ട് എന്നൊക്കെ കാണുകയാണെങ്കിൽ അതൊക്കെ ഇവരുടെ ഡാനിഷ് സ്കാൻഡിനേവിയൻ ഒറിജിൻ ആണെന്ന് മനസ്സിലാക്കാം. Many of the Viking words have also become part of English, like egg, lobe, die, bread, down, fog, muck, lump. Okay, അതായത് ഈ വിക്കിങ്സ് ലാംഗ്വേജിന്റെ വാക്കുകൾ കുറേ എണ്ണം ഇന്ന് ഇംഗ്ലീഷിലുണ്ട്. ഫോർ എക്സാമ്പിൾ എഗ് എന്നുള്ള വാക്കൊക്കെ സ്കാൻഡിനേവിയൻ വേർഡ്സ് ആണ്. ലോ, അതുപോലെ ഡൈ, ബ്രെഡ്, ഡൗൺ, ഫോഗ്, മക്ക്, ലാമ്പ് തുടങ്ങിയ വാക്കുകളൊക്കെ ഈ പറയുന്ന വിക്കിങ്സ് വേർഡ്സ് ആണ്. There were 3 main areas where Vikings lived: നോർത്തുംബ്രിയ, ഈസ്റ്റ് ആംഗ്ലിക്ക ആൻഡ് ഫൈബ്രോസ്. അതായത് പ്രധാനമായിട്ട് 3 ഏരിയയിലായിരുന്നു വിക്കിങ്സ് ജീവിച്ചിരുന്നത്: നോർത്തുംബ്രിയ, ഈസ്റ്റ് ആംഗ്ലിക്ക, അതുപോലെ ഫൈബ്രോസ്. ഓക്കെ, അടുത്തത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം ഇതിന്റെ കണ്ടിന്യൂവേഷൻ, ഇമ്പാക്ട് ഓഫ് ഡാനിഷ് ഇൻവേഷൻ. താങ്ക് യു.